മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയതിൽ വിശദീകരണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫെമ ചട്ടം ലംഘിച്ചാണ് മസാല ബോണ്ട് വഴി കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് കിഫ്ബി ഭൂമി വാങ്ങിയത്. 466 കോടി ഉപയോഗിച്ചാണ് ഭൂമി വാങ്ങിയത്. കേസിൽ മുഖ്യമന്ത്രിയടക്കം നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നും ED. നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് EDയുടെ വിശദീകരണം? രാവിലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതായത് 2150 കോടി രൂപ ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ചെന്നായിരുന്നു രാവിലെ ED വൃത്തങ്ങൾ. പക്ഷേ അതിലൊരു കൃത്യമായ കണക്ക് ഇപ്പോൾ ED പറയുന്നുണ്ട്. അത് 2672.8 കോടി രൂപയാണ് ഇത്തരത്തിൽ സമാഹരിച്ചത് എന്നാണ് ED പറയുന്നത്. ഇതിൽ നിന്നും ഇപ്പോൾ ഈ പരാതിക്ക് കാരണമായി അല്ലെങ്കിൽ ഫെമ നിയമങ്ങൾ ലംഘിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭൂമി വാങ്ങിയതാണ്. കിഫ്ബിയുടെ പേരിൽ ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച ഭൂമിയാണ്. അത് 466.91 കോടി രൂപയുടെ ഭൂമി ഇത്തരത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫെമ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത്തരത്തിൽ ഈ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങാൻ കിഫ്ബിക്ക് അവകാശമില്ല എന്നാണ് ED പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ED പരാതി അല്ലെങ്കിൽ ED ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും. ഇതിൽ കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് ഒപ്പം 4 പേർക്കാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. കിഫ്ബിക്ക് ഒപ്പം കിഫ്ബിയുടെ ചെയർമാനായ മുഖ്യമന്ത്രിക്ക് വൈസ് ചെയർമാനായ തോമസ് ഐസക്കിന് ഒപ്പം CEO KM എബ്രഹാം 4 പേർക്കാണ് ഇത്തരത്തിൽ കിഫ്ബി നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഇവർ നേരിട്ട് ഹാജരാകേണ്ടതില്ല. ഇവർ അഭിഭാഷകർ മുഖേന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മറുപടി നൽകി അല്ലെങ്കിൽ വിശദീകരണം നൽകിയാൽ മതിയെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. അമൃത.